അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച തമ്പനെയിൽ നമ്മുടെ ഗാലറിയിലെത്തും. അപ്പം സിമ്പിളാണ്, ഓരോ ഐഡിയ വെച്ചിട്ട് പലതരത്തിലും ഇത് യൂസ് ആക്കാൻ പറ്റും. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തംബ്നെയിൽ ക്രിയേഷൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരിക കേട്ടോ. നമ്മുടെ തംബ്നെയിൽ ക്രിയേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എറേസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. അത് വേറെ ഒന്നല്ല, തംബ്നെയിൽ ക്രിയേഷനിലേക്ക് പോവാണ്. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തംബ്നെയിൽ മേക്കർ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കുക. അപ്പോൾ ഇതാണ് തംബ്നെയിൽ മേക്കർ എന്ന് പറഞ്ഞ ആപ്പ്. അതിൻ്റെ ലോഗോ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഈ തംബ്നെയിൽ മേക്കർ ആപ്പ് തുറന്നപാടെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് വരും കേട്ടോ. അതിപ്പോൾ എല്ലാ ആപ്പ് തുറന്നാലും അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക. അങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വിൻഡോയിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് തുറന്ന് വരുന്ന വിൻഡോയിൽ നമുക്ക് 4 ഓപ്ഷൻസ് കാണാം. അതായത് കവർ മേക്കർ, മൈ തംബ്നെയിൽസ്, കസ്റ്റം, പിന്നെ തംബ്നെയിൽ ടെംപ്ലേറ്റ്സ് കാണാം, അതുപോലെ കട്ടൗട്ടും കാണാം. അതിൽ ഞാൻ കസ്റ്റം അതാണ് യൂസ് ചെയ്യാറ്. മൈ തംബ്നെയിൽസ് ആണ് നമ്മൾ ചെയ്ത് വെച്ച തംബ്നെയിൽസ് അവിടെ ഉണ്ടോ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കസ്റ്റം എടുക്കുക. അങ്ങനെ കസ്റ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ ഫ്രെയിം കാണും. ഏത് ഫ്രെയിമിലാണ്, യൂട്യൂബിൻ്റെ ഫ്രെയിമിലാണെങ്കിൽ അതിനുള്ള തംബ്നെയിലാണെങ്കിൽ ആ ഒരു ഫ്രെയിം, അതുപോലെ ഓരോ നമുക്ക് ഏത് ഫ്രെയിമിലാണോ വേണ്ടത് അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ യൂട്യൂബിൻ്റെ തംബ്നെയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിൻ്റെ ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഒരു പ്ലസ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അപ്പം തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഈ ആപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ക്യാമറയായിട്ട് അപ്പം ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എടുത്ത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അഡ്വർടൈസ്മെൻറ്റ് വരും. കാരണം നമ്മൾ പ്രീമിയം മെമ്പർ അല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് എല്ലാ ആപ്പിലും പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാം. അതെടുത്തതിന് നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ എല്ലാ അഡ്വർടൈസ്മെൻറ്റ് വരും. അഡ്വർടൈസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അങ്ങനെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം അത് ആ ഫ്രെയിം ഫുൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് സൂം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഫ്രെയിം ഫുൾ ഫില്ലായിട്ട് വരും. എന്നിട്ട് നമുക്ക് ടിക്കറ്റ് കൊടുത്ത് നമ്മുടെ അടുത്ത എഡിറ്റിങ്ങിൻ്റെ ആ വിൻഡോയിലേക്കാണ് പോകട്ടോ. അവിടെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനും ഫിൽറ്റർ മാറ്റാനും എഫക്റ്റ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വരുന്ന വിൻഡോയിൽ ഫസ്റ്റ് നമുക്കൊരു നിയോൺസ് എന്ന് പറഞ്ഞാൽ കാണാം. അതെന്താ വെച്ചാൽ അതിൽ കുറേ ഫോണ്ട്, ഏതൊക്കെ ടൈപ്പ്, കുറേ വെറൈറ്റി ടൈപ്പ് ടെക്സ്റ്റാണ് അതിൽ വരുന്നത്. അതിൽ അതേപോലെ തന്നെ അതേ ഒരു ഫോണ്ടും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ മതിയെങ്കിൽ അതിൽ നമുക്ക് വേണ്ട ടെക്സ്റ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഒരു ടൈപ്പായിട്ട് വരും. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ നമ്മൾ നിയോൺസ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരു ഇതിട്ട്. അതിൽ ഫോണ്ടുകൾ ഇങ്ങനെ മാറ്റി കൊടുക്കുക, സൈസ് മാറ്റി കൊടുക്കുക, കളർ മാറ്റി കൊടുക്കുക, അങ്ങനെ കുറേ ഒരു വെറൈറ്റി ഒരു സംഭവമാണ്. പിന്നെ അടുത്ത നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ഫോട്ടോസ് കാണാം. അത് സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടൊക്കെ പോക്കി വെച്ച് സെറ്റാക്കി വെച്ച ഫോട്ടോസ് അവിടെ നമുക്ക് കിട്ടും. അത് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാനിതാ ഈ ഒരു ഫോട്ടോയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ നമുക്ക് എത്ര ഫോട്ടോ വേണോ അത്രയും നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഫോട്ടോൻ്റെ തന്നെ നമുക്ക് എങ്ങനെ വേണം, അത് സൂമായിട്ട് വേണോ, പലതരത്തിൽ ആ ഫോട്ടോ തന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ വേണ്ട രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഫിൽറ്റർ മാറ്റാം, എഫക്റ്റ് വരുത്താം, പല ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നിയോൺസ് എന്ന് പറഞ്ഞ പോലെ ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അവിടെ നമുക്ക് വേണ്ട എന്തും ടെക്സ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട തരത്തിലുള്ള ഫോണ്ട്, നമുക്ക് വേണ്ട എന്താ പറയുക അതിൻ്റെ സൈസ്, കളറ് ഇഷ്ടമുള്ളത് കൊടുത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നിയോൺസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷനുണ്ട്, ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിക്കേഴ്സ് ആണ് വരുന്നത്. പല തരത്തിൽ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ പോലെ ഒരുപാട് തരം സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പം നമുക്കത് പല വേണ്ടതിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക് അങ്ങനത്തെ വരുന്ന അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതായി കാണുന്നതൊക്കെ വെറൈറ്റി ഓഫ് സ്റ്റിക്കേഴ്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും ചേഞ്ച് ചെയ്യാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ നമുക്ക് ഫിൽറ്റർ കൊടുക്കാം, എഫക്റ്റ് കൊടുക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഈ സൈഡിൽ ഞാൻ അതൊക്കെ ചെയ്യുന്ന രീതിയും കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല. അപ്പോൾ ഈ ചെയ്യുന്ന കണ്ടാൽ തന്നെ നമുക്കത് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ആപ്പ് ഏതാണെന്നും അതെങ്ങനെയാണെന്ന് തുറന്നു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു ഓടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അത് കഴിഞ്ഞ് വരുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. നേരത്തെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്കത് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ഇമോജീസ് തന്നെ നമ്മുടെ നോർമലിയുള്ള ഇമോജീസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം വരുന്നതാണ് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രൈറ്റ്നെസ്, സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ്, അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഒരു ലോഗോ പോലെ കുറേ
സംഭവം കൊടുക്കണ്ട, അത് ഞാൻ യൂസ് ചെയ്യാറില്ല. അതൊക്കെ എന്താ പറയുക, കുറേ നമുക്കൊക്കെ ഓരോ ഐഡിയ വെച്ചിട്ട് പലതരത്തിലും ഇത് യൂസാക്കാൻ പറ്റും. അപ്പം ഞാൻ എനിക്കറിയുന്ന കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പം ഇതിലും ഒരുപാട് അറിവുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്പ് പറയുന്നത്. നിങ്ങൾ കൂടുതൽ പഠിച്ചായിരിക്കും, കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽ ഏകദേശമൊക്കെ ക്രിയേറ്റ് ആവും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് സേവ് ചെയ്യാം. അങ്ങനെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തംബ്നെയിൽ മേക്കർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്കർ കാണാമല്ലോ, അവിടെ കണ്ട തംബ്നെയിൽ മേക്കർ എന്ന് പറഞ്ഞാൽ ഈ ആപ്പിൻ്റെ ഒരു ലോഗോ പോലെ വരും. അത് വരാതെക്കാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു ക്ലോസ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പ്രീമിയം മെമ്പേഴ്സിനൊന്നും അത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, അത് ഉണ്ടാവില്ല. അപ്പോൾ അല്ലാത്തവർക്ക് അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡിങ് ആഡ്സ് നിന്ന് കാണാം. ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ലോഗോ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഞാനത് കണ്ടിട്ടാണ് ആ ലോഗോ ഒഴിവാക്കാറ്. അങ്ങനെ അത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് വീഡിയോ സേവ് ചെയ്യാം. ഈ മേലെ കാണുന്ന ഇതാട്ടല്ലോ ഈ വീഡിയോ സേവ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ്സ് വരും കേട്ടോ. ആഡ്സ് പിന്നെ ഫുൾ ആഡ്സ് ആണ്, ഒന്ന് അങ്ങനെ കുറേ ഉണ്ടാവും, അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ആഡ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സേവ് ആയി വരും. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ഓപ്ഷനിൽ ആഡ് പകുതിക്ക് വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് വരുന്ന ഓപ്ഷനിൽ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വിൻഡോ കൂടി വരും. അതിൽ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കും കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച തംബ്നെയിൽ നമ്മുടെ ഗാലറിയിലെത്തും. അപ്പം സിമ്പിളാണ്, കാരണം ഒരുപാട് സംഭവം ഇതിൽ പറഞ്ഞു തരാനുണ്ട്. അപ്പം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ പറയാനുണ്ട്. അപ്പം വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇത്രയും മാത്രം ഉണ്ട്, എത്ര ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും. സംഭവം സിമ്പിളാണ്, ഒന്നുമില്ല. തംബ്നെയിൽ മേക്കർ എന്ന് പറഞ്ഞ ആപ്പ് തുറക്കുക, അങ്ങോട്ട് അതിൽ കസ്റ്റം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫ്രെയിം എടുക്കാം. ആ ഫ്രെയിമിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി നമ്മൾ കയറുന്ന വിൻഡോസിൽ എല്ലാം ഉണ്ടാവും. നമുക്ക് എന്താണോ വേണ്ടത്, ടെക്സ്റ്റ് കൊടുക്കാം, സ്റ്റിക്കർ കൊടുക്കാം, ഇമേജ് കൊടുക്കാം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട തംബ്നെയിൽ കിട്ടും. അപ്പോൾ ഈ വീഡിയോ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തംബ്നെയിൽ ഉണ്ടാക്കുന്ന ആപ്പ് ഏതാണോ, തംബ്നെയിൽ മേക്കർ എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കൊന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ അറിവായിക്കോട്ടെ എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. ഇതിനെക്കാട്ടും കൂടുതൽ അറിയുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കറിയുന്നത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഈ അറിവ് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് സ്പീഡാണ്, മുമ്പത്തെ വീഡിയോസിൽ ഒരുപാട് കമൻറ്റ് വന്നു സ്പീഡാണ് എന്നുള്ളത്. ശരിയാണ് കേട്ടോ, ചില സമയത്ത് ഭയങ്കര സ്പീഡാണ്. പിന്നെ അന്ന് ഞാൻ കുറച്ച് സ്പീഡാക്കിയിരുന്നു കേട്ടോ വീഡിയോ. ഒരുപാട് വലിച്ചു നീട്ടിപ്പോയിട്ട് ഇനി ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് സ്പീഡാക്കിയതാണ്, എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡാക്കിയതാണ്. പിന്നെ അതല്ലാതെ ഓട്ടോമാറ്റിക്കലി ഞാനൊരു സ്പീഡിലാണ് ഞാൻ പറയുക, എനിക്കറിയാം. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്പീഡൊക്കെ കുറയ്ക്കാൻ നോക്കട്ടെ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ ആതിര, ഇത് ഞങ്ങളുടെ ഇടം. എല്ലാവർക്കും ബൈ. ഇത് ഞങ്ങളുടെ ഇടം.